ചങ്ങായിമാരെ കുറെ ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം അണ്ണൻ വന്ന്. അണ്ണനാരാ മനസ്സിലായ? വി മുരളീധരൻ അണ്ണൻ. കുറെ കാലമായിട്ട് BJP-കാരനെ ചവിട്ടി താഴ്ത്തി. നമ്മളെ പുതിയ മുതലാളി വന്നിട്ടില്ല, രാജീവ് ചന്ദ്രശേഖരൻ വന്ന ശേഷം വി മുരളീധരനെ ഉള്ളി സുരേന്ദ്രനെ ചവിട്ടി താലിട്ട് ലാസ്റ്റ് ഉള്ളിലൂടെ പല കളിയും കളിച്ച. അതായത് ഇവിടെ CPM-ഉം കോൺഗ്രസും BJP-നെ തകർക്കാൻ നോക്കുന്നതിനെയും കാട്ടി 10 ഇരട്ടി മടങ്ങില് വി മുരളീധരനും ഉള്ളി സുരയും കൂടി BJP-നെ തകർക്കാൻ വേണ്ടി നോക്കുന്നുണ്ടേനും. അങ്ങനെ ഇരിക്കുകയാണ് വോട്ടർ പട്ടിക വിവാദം ഇങ്ങനെ കത്തി കൊടുമ്പിരി കൊണ്ടത്. എന്നിട്ട് ഈ രണ്ടാളും അനങ്ങാടൊരു മൂലക്ക് ഇരിക്കല, നല്ല സന്തോഷിച്ചിങ്ങനെ ഇരിക്കലാണ്. അപ്പൊ കേന്ദ്രത്തിന് വിളിപോയി മോഡിജിന്റെ ടീം. വി മുരളീധരൻ എത്രയും പെട്ടെന്ന് സ്റ്റേജിലെത്തിയിട്ട് പൊട്ടത്തരം പറഞ്ഞില്ലെങ്കിൽ ടീമിൽ നിന്ന് പുറത്താക്കും. പിന്നെ അത് കേട്ടപാട് വി മുരളീധരൻ ഒറ്റ ഇറങ്ങലാന്ന്. കൈ കിട്ടിയ ഷർട്ടും ജെട്ടിയിട്ടിട്ട് സ്റ്റേജിലേക്ക് ഒരൊറ്റ ഓട്ടാന്ന്. പിന്നെ വി മുരളീധരനോട് പൊട്ടത്തരം പറയാൻ പറഞ്ഞ പിന്നെ എടുത്ത വഴിക്ക് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്ത് പറഞ്ഞാലും പൊട്ടത്തരാന്നല്ല. പിന്നെ മോഡിജി അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്ത് പറഞ്ഞാലും പൊട്ടത്തരം പറഞ്ഞ വി മുരളീധരട്ടെ ഇന്ന് മാധ്യമങ്ങളെ മുന്നിൽ എന്തെല്ലോ പൊട്ടത്തരം പറഞ്ഞു. അങ്ങനെ നമുക്ക് വി മുരളീധരട്ടൻ പറഞ്ഞ പൊട്ടത്തരത്തിലേക്ക് അടക്കം. ഇപ്പോ സുരേഷ് ഗോപി ജയിച്ചത് ഇങ്ങനെ എന്താ ഒരു 11 ആളുടെ പേരാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഏതോ പത്രങ്ങളിൽ കണ്ടത്. 75,000 വോട്ടിന് ജയിച്ച ആള് ഇനി 11 പേര് കള്ള വോട്ടാണെന്ന് തന്നെ ഇരിക്കട്ടെ, അദ്ദേഹത്തിന്റെ ജയം ഇല്ലാതാവില്ലല്ലോ. എല്ലാം മരം മൊയന്തേ കള്ളവോട്ട് ചെയ്തെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ജയമല്ല സുരേഷ് ഗോപിനെ അയോഗ്യം വരെ ആക്കും. അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു നിലവാര ബോധം എനക്കുണ്ടാ? നീ സുരേഷ് ഗോപിക്കെതിരെയാണോ കളിക്കുന്നത്? ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുത്ത് സുരേഷ് ഗോപി എങ്ങനെയെങ്കിലും തോക്കണം എന്നുള്ള എല്ലാ ചിന്താഗതിയും മൂപ്പർക്ക് ഉണ്ട് കേട്ടാ. കാരണം ഇവനും ഉള്ളിശ്വരിയും കാലാകാലങ്ങളായിട്ട് പല പണിയെടുത്തിട്ട് എങ്ങനെയും ജയിക്കുന്നില്ല. പരമാവധി കള്ളവോട്ട് വരെ ചെയ്യിപ്പിച്ചും ജയിക്കുന്നില്ല. പക്ഷെ സുരേഷ് ഗോപി വന്നപ്പം മോളിന്ന് ഒരുപാട് കള്ളവോട്ട് ഒറ്റടിക്ക് ഇവർക്കെല്ലാം 10ഉം 15 കിട്ടല്. ഇത് ആയിരക്കണക്കിന് വോട്ട് കൊടുത്തിട്ടാണ് സുരേഷ് ഗോപിനെ ഈസി ആയിട്ട് കേന്ദ്രം ജയിപ്പിച്ചത്. അതിന്റെ ഒരു ചൊറിച്ചിലും മൂപ്പർക്കുണ്ട്. അതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും കത്തിച്ചിട്ട് സുരേഷ് ഗോപിന്റെ മുകളിലിട്ട് എങ്ങനെയെങ്കിലും സുരേഷ് ഗോപിനെ MP സ്ഥാനത്ത് താഴിലിറക്കണം. അതാണ് ഇവരുടെ ഉദ്ദേശം. അപ്പൊ ഈ രാഹുൽ ഗാന്ധിയും സംഘവും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമം, ആ ശ്രമമാണ് ഇപ്പൊ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര തന്നെ. രാഹുൽ ഗാന്ധി സംഘം എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത തകർക്കുന്നത്. എന്റെ മരവുള്ളേ, നിങ്ങളും നിങ്ങളെ സംഘപരിവാറും തകർത്തത്ര വിശ്വാസ്യത ആരെങ്കിലും തകർത്തിട്ടുണ്ടാ? നിങ്ങൾ വിശ്വാസ്യത തകർക്കല്ലേ ഇത്? നിങ്ങൾ മൊത്തത്തിൽ അങ്ങ് വാങ്ങി, ഒറ്റയടിക്ക് എല്ലാരും അങ്ങ് വാങ്ങി. എന്നിട്ട് അതിന് വിശ്വാസ്യത പോയിട്ട് ആൾക്കാർക്ക് ഇപ്പൊ ഒരു ബഹുമാനം വരെ ഇല്ലാതാക്കി. എന്നിട്ട് രാഹുൽ ഗാന്ധിന്റെ മേലെ കയറാൻ നിനക്ക് കുറച്ച് ഉളുപ്പുണ്ടാ? ഉളുപ്പ് എന്ന സാമാനുണ്ട് എനിക്ക്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഭരണഘടനാ സ്ഥാപനമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനു മുൻപ് 25 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ പ്രധാനമന്ത്രിമാരാണ് നിയോഗിച്ചത്. അന്നൊന്നും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ വിശ്വാസ്യതയെ കുറിച്ച് ആർക്കും സംശയമില്ല. അന്നൊക്കെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിശ്ചയിക്കൽ എന്തെങ്കിലും ഒരു ധാരണയുണ്ട് എന്റെ വി മുരളീധർജി? അന്നൊക്കെ പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, പിന്നെ സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജി ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ആരാ? ഇപ്പൊ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി രാഹുൽ ഗാന്ധിയും. പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി ഒരാളെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരാളായ രാഹുൽ ഗാന്ധിക്ക് എതിർക്കാൻ കഴിയാ? പിന്നെ നിങ്ങൾ പറയുന്ന ആളിലെ തീരുമാനിക്കുക. പണ്ട് അങ്ങനെയല്ല. പണ്ട് 2 സുപ്രീം കോടതി ജഡ്ജി ഉണ്ടാവും. അന്ന് ശക്തമായി ശ്രദ്ധിച്ച് അതിന്റെ അകത്ത് ഇഴ കീറി നോക്കിയിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെയൊക്കെ വെച്ചിന്. ഇപ്പൊ നിങ്ങൾ കമ്മീഷൻ ബേസിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെക്കുന്നത്. BJP 2 സീറ്റ് മാത്രം കിട്ടിയിട്ട് പരാജയപ്പെട്ടപ്പോഴും BJP ഒരിക്കലും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ വിശ്വാസ്യതയെ കുറിച്ച് ചോദ്യം ഉന്നയിച്ചിട്ടില്ല. എന്തിനു ചോദിക്കുന്നു? 2 സീറ്റും കിട്ടിട്ട് പരാജയപ്പെട്ടിട്ട് നിങ്ങൾ എന്തിനു ചോദിക്കുന്നു? അന്നൊക്കെ ഉണ്ടല്ല, ശേഷൻ എന്ന് പറയുന്ന പ്രഗത്ഭനായ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉണ്ടായ സമയമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് എന്തെങ്കിലും ഒരു പവർ ഉണ്ട് എന്ന് കണ്ടതന്നെ ഈ ശേഷൻ എന്ന് പറഞ്ഞ ആളെല്ലാം വന്നപ്പാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് അഴിമതി ആരോപിക്കാനാന്ന് എന്റെ വട്ടാവളിയ? ഇവിടെ കോൺഗ്രസ് 3 തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായിട്ട് പരാജയപ്പെടുമ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത അടക്കം ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തിന്റെ വളരെ അപകടകരമായിട്ടുള്ള ഒരു കളിയിലേക്കാണ് കോൺഗ്രസ് പോകുന്നത്. ഈ രാജ്യത്തിന്റെ അപകടകരമായ അവസ്ഥയിലേക്ക് ആരാ കൊണ്ടുപോയിനി? സംഘപരിവാറാ കൊണ്ടുപോയിനി. ആ അപകടകരമായ അവസ്ഥയുടെ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധി അടക്കം പോരാടുന്നത്.
ആ പോരാട്ടം വിജയിക്കണമെങ്കിൽ ഒരുപാട് പണിയുണ്ട് നമുക്കറിയാം. നിങ്ങളെപ്പോലത്തെ നാറിയ കളി കളിക്കുന്ന സംഘപരിവാറിനെ പരാജയപ്പെടുത്തിയിട്ട് ഈ രാജ്യത്ത് ജനാധിപത്യം പുലർത്തുക എന്നുള്ളത് വളരെ വിഷമം പിടിച്ച പണിയാ നമുക്കറിയാം. പക്ഷെ എന്തൊക്കെ കഷ്ടപ്പെട്ടാലും എന്തൊക്കെ കൊടുക്കേണ്ടി വന്നാലും ഇന്ത്യയുടെ ജനാധിപത്യം തിരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും എന്റെ വി മുരളീധരൻ സാറേ. അല്ലാണ്ട് പെട്രോളിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലനെ പറ്റി നിങ്ങൾ പറഞ്ഞ പോലത്തെ പൊട്ടത്തരം പറയുന്ന ആളല്ല രാഹുൽ ഗാന്ധി. കൃത്യമായി പഠിച്ച് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന ആളാണ്. പക്ഷെ സംഘികൾ നിരന്തരം അദ്ദേഹത്തെ കളിയാക്കുന്നത് ഒന്നും അറിയാത്ത വ്യക്തി എന്നെല്ലാം പറഞ്ഞു. പക്ഷെ വിവരമുള്ളവർക്കറിയാം എന്റെ വി മുരളീധരൻ സാറേ, ഇന്ത്യയിൽ ഇപ്പം പ്രധാനമന്ത്രി ഇരിക്കാൻ ഏറ്റവും യോഗ്യൻ രാഹുൽ ഗാന്ധിയാണെന്ന് ഇരിക്കേണ്ട ആളും ശരിക്കും ഇലക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഇരിക്കേണ്ടയാളും രാഹുൽ ഗാന്ധിയാണെന്ന് ഇപ്പൊ ഇന്ത്യക്കാർക്ക് മനസ്സിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറൊരു ട്വിസ്റ്റ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ നിന്ന് വോട്ടർ പട്ടിക മൊത്തം മിസ്സായി. വരുന്ന തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടർ പട്ടിക ഒന്നും കാണുന്നില്ല. നമുക്ക് ആ വാർത്ത ഒന്ന് കേട്ടാലോ. വോട്ടർ പട്ടിക കാണാനില്ല എന്നാണ് അറിയുന്നത്. ബീഹാർ ഒഴികെയുള്ള ബാക്കി ഒരു സംസ്ഥാനത്തെയും വോട്ടർ പട്ടിക ഇപ്പോൾ വെബ്സൈറ്റിൽ ലഭ്യമല്ല എന്നുള്ളതാണ്. കേരളത്തിന്റെ പട്ടികയും കാണാനില്ല എന്നുള്ളതാണ് ഇതിൽ കൌതുകകരമായ കാര്യം. രാഹുൽ ഗാന്ധിയുടെ ആറ്റം ബോംബിന് പുറമെ നമ്മളടക്കം റിപ്പോർട്ടടക്കമുള്ള മാധ്യമങ്ങൾ വളരെ കുറച്ച് മാധ്യമങ്ങളെ ഉള്ളെങ്കിൽ പോലും അത്തരമൊരു അന്വേഷണത്തിനിറങ്ങി പുറപ്പെട്ടിരുന്നു. കർണാടകയിൽ നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ 5 പ്രധാനപ്പെട്ട ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ വോട്ടർ പട്ടികയിൽ കണ്ടെത്തി. അത് ബാംഗ്ലൂരിൽ സെൻട്രൽ മാത്രമായിരുന്നില്ല, ബാംഗ്ലൂരിൽ നോർത്തിലും നമ്മൾ അത്തരമൊരു ക്രമക്കേട് കണ്ടെത്തി. ഒരൊറ്റ കെട്ടിടത്തിൽ മാത്രം 385 വോട്ടർ പട്ടിക പേര് ചേർത്തവരെ കണ്ടെത്തി. ആ കെട്ടിടത്തിനുടമ BJP നേതാവാണെന്ന് കണ്ടെത്തി. ആ 385 പേരെ തിരിഞ്ഞ് നമ്മൾ പോയി. അതിലൊരാളെ പോലും അവിടെ കണ്ടെത്താൻ സാധിച്ചില്ല. ആ 355 ഒരാൾ പോലും അവിടെ ആ കെട്ടിടത്തിൽ താമസിച്ചിരുന്നില്ല. അതേ ഇഫക്റ്റ് തന്നെ നമ്മൾ തൃശൂരിൽ കണ്ടു. പൂങ്കുന്നത്ത് ഇന്ന് ഞങ്ങൾ അന്വേഷിച്ച ജെയ്സൺ ചവോളിൽ പോയി അന്വേഷിച്ച ഒരു ഫ്ളാറ്റിൽ ഒരൊറ്റ അഡ്രസ്സിൽ 9 പേരുടെ പേരാണ് കണ്ടത്. പക്ഷേ ആ അഡ്രസ്സിൽ താമസിക്കുന്ന വനിതയോട് 4 വർഷമായ അവിടുത്തെ വീട്ടമ്മയോട് ആ 9 പേരുടെ പേര് വിവരങ്ങൾ ഞങ്ങൾ ചോദിച്ചു. അവർ ഒരു ആളെ പോലും തിരിച്ചറിഞ്ഞിട്ടില്ല. അങ്ങനെ ആ 9 പേരിൽ ഒരാൾ പോലും ആ വീട്ടിൽ താമസിച്ചിട്ടില്ല കഴിഞ്ഞ 4 വർഷമായി. പക്ഷേ സുരേഷ് ഗോപി മത്സരിച്ചു വിജയിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അവരുടെ പേര് വോട്ടർ പട്ടികയിലുണ്ട്. ഇപ്പോൾ തുടർച്ചയായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ആണോ എന്നാണ് സംശയമുള്ളത്. സത്യം, മാധ്യമങ്ങൾ മൊത്തം ചെക്ക് ചെയ്യാൻ തുടങ്ങി അറിഞ്ഞപാട് മൊത്തം വോട്ടർ പട്ടിക മുക്കി. കാരണം അല്ലെങ്കിൽ അത്ര ABCD അച്ഛന്മാരെയും GFGHI അമ്മമാരെയും SIJKയും അമ്മമാരെയും കണ്ടുവരും. അതുമല്ലെങ്കിൽ 80-90 വയസ്സുള്ള കന്നി വോട്ടർമാരെ നമ്മൾ കണ്ടുവരും. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഉത്തരം മുട്ടുമ്പം കൊഞ്ഞനം കാട്ടുക, ഉത്തരം മുട്ടുമ്പം മുണ്ടുപൊക്കി കാണിക്കുക, അല്ലെങ്കിൽ ഉത്തരം മുട്ടുമ്പോ തൂറി എറിയുക എന്നുള്ള സംഘപരിവാറിന്റെ നാടകത്തിന് ശേഷം അടുത്ത പുതിയ നാടകം വന്നിട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ നിന്നും വോട്ടർ പട്ടിക കാണാനില്ല. ഈ നാടകം ഇനി തുടരുക തന്നെ ചെയ്യും. ഇതൊക്കെ നമ്മൾ മറന്നു എന്ന് തോന്നുന്നവരെ ഈ വോട്ടർ പട്ടിക അവിടെ കാണൂല. നമ്മൾ ഇതൊക്കെ മറന്നു കഴിയുമ്പോൾ വീണ്ടും ഈ വോട്ടർ പട്ടിക പുനർജനിക്കും. അന്നും സംഘികളുടെ അച്ഛന്റെ പേരിന്റെ അവിടെ ABCDയും GFGHI JKയും LMNE PQ എല്ലാം ആയിരിക്കും. അപ്പൊ അന്വേഷിക്കപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.